ഇന്നത്തെ വീഡിയോയിൽ സി പ്രോഗ്രാമിൻ്റെ വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വേരിയബിൾ എന്താണെന്ന് നോക്കാം. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസ് ഹോൾഡർ ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഒരു വാല്യൂ കൊടുക്കണമെങ്കിൽ ആ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്ഥലം, അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓരോ വാല്യൂസ് നമ്മളൊരു പ്രോഗ്രാമിൽ കൊടുക്കുമ്പോഴും നമുക്കറിയാം കമ്പ്യൂട്ടറിൽ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മെമ്മറിയിലാണ്. മെമ്മറിയിൽ ഇപ്പോൾ 10 എന്ന് കൊടുത്തു, ഈ 10 എവിടെ പോയി കിടക്കുന്നത് നമുക്കറിയില്ല. 100 എന്ന് കൊടുത്തു, 100 എവിടെയാണെന്ന് നമുക്കറിയില്ല. മെമ്മറിയിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, അതൊരു സീക്വൻസ് ഓർഡർ ഒന്നുമില്ല. എവിടെയാണോ സ്പേസ്, അങ്ങനെ റാൻഡം ആയിട്ട് ഓരോ കൊടുക്കുന്ന വാല്യൂസും ഓരോ സ്ഥലത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ലൊക്കേഷൻസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റിട്രീവ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേരിയബിൾ കൊടുക്കുന്നത്. വേരിയബിളിൻ്റെ പ്രത്യേകത, ഓരോ തവണ നമുക്ക് പ്രോഗ്രാമിനകത്ത് വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം ആ വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ബോക്സിനകത്തൊരു ABC എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊരു മെമ്മറി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. മെമ്മറിയിൽ ഒരിടത്ത് A കിടക്കുന്നു, ഒരിടത്ത് B കിടക്കുന്നു, ഒരിടത്ത് C കിടക്കുന്നു. Aൻ്റെ വാല്യൂ എന്താണ് 10, Bൻ്റെ വാല്യൂ 20, Cൻ്റെ വാല്യൂ 30. പ്രോഗ്രാമിൽ നമുക്ക് Aൻ്റെ വാല്യൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻറ്റ് A അല്ലെങ്കിൽ നമ്മൾ Aൻ്റെ വാല്യൂ റിട്രീവ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ Aയിൽ ആ ടൈമിൽ എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, Aയിൽ ഇപ്പോൾ എത്രയാണ് വാല്യൂ കിടക്കുന്നത് 10, ആ 10ൻ്റെ വാല്യൂ നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എപ്പോഴെങ്കിലും പ്രോഗ്രാമിൽ നമ്മൾ Aൻ്റെ വാല്യൂ 75 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറിയിൽ Aൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 75 ആയിട്ട് മാറും. അപ്പം മെമ്മറിയുടെ ലൊക്കേഷനോ അല്ലെങ്കിൽ എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒന്നും ഓർത്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കുക, ആ വേരിയബിളിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് വേരിയബിളിനെ എപ്പോഴും എന്തെന്ന് പറയുന്നത്, ഒരു പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. It is a name given to the memory location so that we can refer it without having to memorize the memory address. മെമ്മറി അഡ്രസ്സിനെ പറ്റി ഓർത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല എപ്പോൾ ഒരു വേരിയബിളാണ് കൊടുക്കുന്നതെങ്കിൽ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന വേറൊരു കാര്യം കൂടെ, സൈസ് ഓഫ് ദ വേരിയബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡേറ്റ ടൈപ്പ്. നമ്മൾ ഏത് ഡേറ്റ ടൈപ്പ് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ വേരിയബിളിൻ്റെ സൈസ്. ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ ടൈപ്പ് എന്താണ്, ഇൻറ്റീജർ ആണ്. A എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. അത് നമ്മൾ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ 2 അല്ലെങ്കിൽ 4 ബൈറ്റ്സ് ആയിരിക്കും എന്തിനെടുക്കുന്നത്, ഒരു ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന മെമ്മറി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില മെഷീൻസിനകത്ത് 2 ബൈറ്റ്സ് മതി ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാനായിട്ട്, ചിലതിനകത്ത് 4 ബൈറ്റ്സ് വേണം. ഇനി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റൂൾസ് വേണം. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, നോ കീവേഡ്സ് ക്യാൻ യൂസ് ആസ് എ വേരിയബിൾ. ഒരു വേരിയബിളിനകത്ത് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ എന്തൊഴിച്ച് കീവേഡ്സ്, അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക മീനിങ് ഉള്ള ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കീവേഡ്സ് ഉണ്ട്, റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഈഫ്, എൽസ്, വൈൽ, പിന്നെ വരുന്നത് ഫോർ, അതേപോലെ ബ്രേക്ക്, കണ്ടിന്യൂ, ജമ്പ്, ഇതെല്ലാം ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഇതെല്ലാം ഓരോരോ പ്രത്യേകം പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെടുത്തിട്ട് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു വേരിയബിളിന് പേരായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കീവേഡ്സ് ഒഴിച്ചിട്ട്, സി പ്രോഗ്രാമിനകത്ത് പറഞ്ഞിരിക്കുന്ന കീവേഡ്സ് ഒഴിച്ചിട്ട് വേറെ ഏത് വാക്ക് വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, ഒരു വേരിയബിളിന് പേരായിട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കേസ് ലെറ്ററും സ്മോൾ കേസ് ലെറ്റർ, അതായത് അപ്പർ കേസും ലോവർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്മൾ പറയില്ലേ. ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു വേരിയബിൾ കൊടുക്കുവാണെങ്കിൽ അത് തന്നെ നമ്മൾ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും സ്മോൾ ലെറ്റർ ഉപയോഗിക്കുമ്പോൾ അത് എറർ വരും. കാരണം കമ്പൈലറിന് എപ്പോഴും ആദ്യം കൊടുത്തിരിക്കുന്ന ഡിഫൈൻ ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ എല്ലായിടത്തും അതേ രീതിയിൽ മാത്രമേ പ്രോഗ്രാം യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് കേസ് സെൻസിറ്റീവ് ആണ്. സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നതും ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നതും രണ്ടാണ്. പിന്നെ വരുന്നത്, നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസിൻ്റെ പേര് തമ്മിൽ സ്പേസ് വരാൻ, ഗ്യാപ്പ് വരാൻ പാടില്ല. അങ്ങനെ ഗ്യാപ്പ് വരുവാണെങ്കിൽ അത് എറർ ആയിരിക്കും വരിക. അങ്ങനെ നമുക്ക് 2 വാക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ അത് സ്പേസ് ഇല്ലാതെ അടുപ്പിച്ച് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ 2 വാക്കുകൾക്കിടയിൽ ആ ഗ്യാപ്പ് ഒഴിവാക്കാനായിട്ട് അണ്ടർസ്കോർ ഉപയോഗിക്കണം. അങ്ങനെയാണ് അത് കൊടുക്കുക. അപ്പോൾ ടൈം ടേബിൾ എന്നൊരു വാക്കാണെങ്കിൽ ടൈം കഴിഞ്ഞിട്ട് സ്പേസ് ഇടാൻ പാടില്ല. ഒന്നുകിൽ ടൈം ടേബിൾ ഒറ്റ വാക്കായിട്ട് കൊടുക്കണം, അതല്ല ടൈം ടേബിൾ ഒരു ഗ്യാപ്പ് ഇട്ട് വരണമെന്നുണ്ടെങ്കിൽ ടൈം കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ കൊടുത്തതിന് ശേഷം മാത്രം എന്ത് കൊടുക്കുക, ടേബിൾ കൊടുക്കുക.
പിന്നെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ലെറ്റേഴ്സ് കൊടുക്കാം, ഡിജിറ്റ്സ് കൊടുക്കാം, അണ്ടർസ്കോർ, ഇതൊക്കെ നമുക്ക് പ്രോഗ്രാമിനകത്ത് വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പം എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാമെന്നുള്ളത്. ഇപ്പം ഇൻഡി എ ബി സി അങ്ങനെ കൊടുക്കാം, എ വി ജി അങ്ങനെ കൊടുക്കാം. ഇതൊന്നും എന്തല്ല, കീവേഡ്സ് അല്ല. ആവറേജ് അങ്ങനെ കൊടുക്കാം, എ വി ജി 12 അല്ലെങ്കിൽ ആവറേജ് 12, നമ്പേഴ്സ് പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. അതേപോലെ എ വി ജി അണ്ടർസ്കോർ 12, അപ്പോൾ എ വി ജിക്കും 12നും ഇടയ്ക്ക് ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? അണ്ടർസ്കോർ കൊടുക്കാം. അതേസമയം തൊട്ട് താഴെ നോക്കിക്കാം, നമ്മൾ എക്സ് മാർക്ക്, റെഡ് കളറിൽ എക്സ് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സം സ്പേസ് 13. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? സം എന്ന് പറയുന്ന ഒരു വാക്ക് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ എറർ വരും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തിനകത്ത് സം $12, അതായത് സിമ്പിൾസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സം ഡോളർ എന്ന് പറഞ്ഞൊരു സിംബോളിക് ആയതുകൊണ്ട് അതവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 12 സം, അതായത് ആദ്യത്തത് നമ്പേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തതെല്ലാമാണ് ഈ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം? നമുക്കിഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അത് ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ളതായിരിക്കും, ന്യൂമറിക് വാല്യൂ ഉള്ളതായിരിക്കും. ഒന്നുകിൽ ഇൻറ്റ് എ സെമിക്കോളൻ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എയിനൊരു വാല്യൂ കൊടുക്കാം, എ ഈസ് ഈക്വൽ ടു 10. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിലും കൊടുക്കാം. ഇൻറ്റ് എ സെമിക്കോളൻ എ ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നതിന് പകരം ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതല്ല നമുക്ക് ഒരുമിച്ചല്ലാത്തനും കൂടെ കൊടുക്കണമെങ്കിൽ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന രീതിയിലും കൊടുക്കാം. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 1, കോമ ബി ഈസ് ഈക്വൽ ടു 20, കോമ സി ഈസ് ഈക്വൽ ടു 30. ഇത് ഒറ്റ ലൈനിൽ തന്നെ നമ്മൾ എന്ത് കൊടുത്തിരിക്കുകയാണ്? ഒന്നിൽ കൂടുതൽ വാല്യൂസ് കൊടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് എന്ത് കൊടുത്താൽ മതി? സെമി കോളൻ കൊടുത്താൽ മതി. ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആളിൻ്റെ ഇഷ്ടമാണ്. അയാൾക്ക് ആദ്യം ഇൻറ്റ് എ എന്ന് കൊടുത്തിട്ട് വാല്യൂ പിന്നെ കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതിനകത്തൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. അത് നമ്മളുടെ പ്രോഗ്രാമറുടെ ചോയ്സ് ആണ്. ശ്രദ്ധിക്കേണ്ടുന്നത് ഒരു വേരിയബിൾ കൊടുക്കുമ്പോൾ കീവേഡ്സ് കൊടുക്കാൻ പാടില്ല. പിന്നെ കൊടുക്കുന്നത് കേസ് സെൻസിറ്റീവ്, അത് ശ്രദ്ധിച്ചോണം. വാക്കുകൾക്കിടയിൽ സ്പേസ് പാടില്ല. ലെറ്റേഴ്സും ഡിജിറ്റ്സും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്നത്.